നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഈ ഒരു കമൻ്റ് ഉണ്ടല്ലോ, ഇതത്ര നിഷ്കളങ്കമായ ഒരു കമൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ പല പ്രമുഖ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വലിയ വലിയ ജയൻസ് കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ, KKR നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ തരുന്ന ക്ലിനിക്കുകളെല്ലാം പൂട്ടിക്കെട്ടി പോവുക, ഇപ്പുറത്തെ സൈഡിൽ ഈ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ല, IMA തന്നെ പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ സെക്ടറാണ് ഹെൽത്ത് സെക്ടർ. പക്ഷെ അവിടെ വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ചെറിയ ചെറിയ ക്ലിനിക്കുകളും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പല സംഗതികളും സ്ക്രിപ്റ്റഡ് സ്റ്റോറീൻ്റെ ഭാഗമല്ലേ എന്ന് വരെ തോന്നും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന് വലിയ കാര്യത്തിൽ നമ്മുടെ മീഡിയയ്ക്ക് എടുത്തു കാണിച്ചത്. ലക്ഷക്കണക്കിന് സക്സസ് സ്റ്റോറികൾ നടക്കുന്ന സ്ഥലത്താണ് ഒരു കേസിന് വലിയ പ്രാധാന്യം കൊടുത്ത്. അത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടന്നൊരു സംഗതി ആയതുകൊണ്ട്. നേരെ മറിച്ച് ഇതേ ന്യൂസ് വാല്യൂ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസിനില്ല. പിന്നെ ആരോഗ്യമന്ത്രി പറയുന്നതനുസരിച്ച് ഏറ്റവും മോശം സിറ്റുവേഷൻ, ഇതിലും മോശം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കൊറോണ സമയത്ത്. ആ സമയത്ത് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിന് കുറേ അച്ചീവ്മെൻറ്റ്സ് കിട്ടി. So Kerala did very well improving the health of its own population across the board, despite very low income levels, because it had a view that was different from what was prominent elsewhere in India. വിദേശത്തു നിന്ന് വന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവിടുത്തെ വ്യത്യാസവും നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് കെയറിൻ്റെ വ്യത്യാസമൊക്കെ. ഇപ്പോൾ വളരെ മോശം അവസ്ഥ എത്ര, ആർക്കാണ് ആ മോശം അവസ്ഥ? ഇതെപ്പോഴാണെന്നറിയാം പണി പാളിയെന്ന് മനസ്സിലാവുക. 1000-10,000 ഒക്കെ ബില്ല് വന്നിരുന്ന സ്ഥാനത്ത് ലക്ഷങ്ങൾ ബില്ല് വരുമ്പോഴാണ് മനസ്സിലാവുക പണി കിട്ടിയത്.